ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തികച്ചും വ്യത്യസ്തമായ ഒരു പാചകവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കടായി ചിക്കൻ ദം ബിരിയാണി. വളരെയധികം ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. നിങ്ങൾ കഴിച്ചു നോക്കുക, ഉണ്ടാക്കി കഴിച്ചു നോക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ചിക്കൻ ഇതുപോലെ വൃത്തിയാക്കി എടുക്കുക. കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് മാറിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം വിനാഗിരി ഒഴിച്ചതാണെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി. അതിനുശേഷം ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ, ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് മാറിനേറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചിക്കനിൽ പുരട്ടി കുഴച്ച് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുക. ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിൽ കിസ്മിസും കഷ്യൂനട്ടും പൊരിച്ച് കോരി വെക്കണം. കൂടാതെ മറ്റേ സവാളയും ഇതോടൊപ്പം പൊരിച്ചു കോരി മാറ്റി വെക്കണം. കാര്യം ഇത് ലാസ്റ്റ് നമുക്ക് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ വേണ്ടതാണ്. സവാള വളരെ നേരിയതായിട്ട് 2 എണ്ണം അരിഞ്ഞത് ഇടണം. നന്നായിട്ട് മൊരിയുന്ന രീതിയിൽ സവാള വരണം. ഗോൾഡൻ കളറാകുന്നത് വരെ മുരിച്ചിട്ടത് കോരി മാറ്റി വെക്കണം. ഇനി നമുക്ക് ചോറിൻ്റെ പരിപാടിയിലേക്ക്. ചോറിനായിട്ട് കലം വെച്ച് കലത്തിൽ 1 കിലോ അരിയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ വെള്ളത്തിന് കണക്കൊന്നുമില്ല. ആവശ്യം പോലെ വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിക്കളഞ്ഞാൽ മതി. വെന്ത് കഴിയുമ്പോൾ ഊറ്റിക്കളയാം. അതിനായിട്ട് ബേ ലീഫ് ഇടണം, കരയാമ്പൂ ഇടണം, പട്ട, ഏലം ഇതെല്ലാം ഇട്ടിട്ട് അരി ഇടുക. ചോറൊരു 70% വെന്താൽ മതി കേട്ടോ. കാര്യം ബാക്കി ദമ്മിലാണ് വേവിക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കടായി ചിക്കൻ്റെ പ്രധാന ഭാഗമായ കടായി മസാല എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് മല്ലി 1 ടീസ്പൂൺ, പാൻ അടുപ്പത്ത് വെച്ചിട്ട് മല്ലി 1 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, പിന്നെ വലിയ ജീരകം, ചെറിയ ജീരകം, 3 ചുവന്ന മുളക്. ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. എന്നിട്ട് അത് മിക്സിയിലിട്ട് അടിക്കണം. ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് മാറ്റി വെക്കണം. ഇത് നമുക്ക് മസാലയിൽ ഉപയോഗിക്കാനുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്, മറന്നു പോകരുത്. ക്രഷ് ചെയ്ത ഈ മസാല മാറ്റി വെക്കുക. ഇത് അവസാനം വേണ്ടതാണ്. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. കാര്യം ഒരു അരി കടിക്കണ പാകത്തിലെ ചോറ് വേകാൻ പാടുള്ളൂ. ഒരു 80% വേവേ പാടുള്ളൂ ചോറിന്. അപ്പോൾ ഇപ്പോൾ വെന്തിട്ടുണ്ട് ഒരു 70%. ബാക്കി നമുക്ക് ദമ്മിലാണ് വേവിക്കണം. അപ്പോൾ പകുതി വേവ് ഇതിന് മതി. പകുതി വേവായി മാറ്റി വെക്കണേ. ഇനി നമ്മൾ ഒരു കടായി അടുപ്പിൽ വെച്ചു. നമുക്കിനി മസാലയുടെ പരിപാടി നോക്കാം. മസാല എങ്ങനെ ചെയ്യണം. അതിനായിട്ട് നെയ്യ് ഒഴിക്കുക. 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യോ അല്ലെങ്കിൽ ഓയിൽ വേണമെങ്കിൽ ഓയിലാണെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഉപയോഗിച്ചു. അതിലേക്ക് ഈ നെയ്യൊന്ന് ഇതായി വരുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് അതിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കി ഇടുക. അതിലേക്ക് ഇടുക, ഈ കടായിലേക്ക് ഇടുക. അപ്പോൾ നെയ്യ് ഒഴിച്ച് അതിൽ പട്ട, ഗ്രാമ്പു, കരയാമ്പൂ എല്ലാം ഇട്ടൊന്ന് ചൂടാകട്ടെ. അതൊന്ന് അതിൽ പിടിക്കട്ടെ. അതിനുശേഷം നമ്മൾ 2 സവാള നേരിയതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇടുക. ഉണക്കമുളക് 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ആഡ് ചെയ്യുക. ഉണക്കമുളക് ഇട്ടതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് മസാല തയ്യാറാക്കുന്നതിനുള്ള ഭാഗമാണ്. മസാല തയ്യാറാക്കുന്നതിന് ഭാഗമായിട്ടുള്ളതാണ്. ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് പിടിക്കട്ടെ. ഈ ഗാർലിക് പേസ്റ്റും
ഇഞ്ചി കൂടി ചതച്ചതും എല്ലാം കൂടി ഒന്ന് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഈ 5 തക്കാളി മിക്സിയിലിട്ട് പേസ്റ്റാക്കിയത് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി അതിലൊന്ന് ഒന്ന് ആ തക്കാളിയുടെ മണം മാറട്ടെ. തക്കാളി ചെറുതായിട്ടൊന്ന് വേകട്ടെ. അതിനുശേഷം ഇങ്ങനെ കുറച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൽ പിടിക്കുന്നവരൊക്കെ മസാലയൊക്കെ തക്കാളി പിടിക്കണം, ശരിക്കും പിടിക്കണം. ശേഷം നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. എടാ നമ്മൾ ആദ്യം ഇത് ചെയ്ത് വെച്ചില്ലേ, അത് മസാലയിലേക്ക് ഇടുക. അതിനുശേഷം ഉപ്പിടണം. ചിക്കൻ ഇട്ടതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് ഉപ്പ് പാകത്തിന് വേണം ഇടാനായിട്ട്, ഓരോരുത്തരുടെ അളവനുസരിച്ച്. ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ഇടുക. 1 ടീസ്പൂൺ കൂടരുത്. അതിനുശേഷം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ ആണ്ടോ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ. പിന്നെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകം പൊടിച്ച പൊടി. പിന്നെ ചെറിയ ജീരകം പൊടിച്ച പൊടിയാണ് കണ്ടോ. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതോടൊപ്പം ചേർത്തു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കുക. വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇതൊന്ന് അതിൽ കിടന്ന് മൂക്കട്ടെ. ഒരു ഐറ്റം കൂടി ഇട്ടിട്ടുണ്ട്, അതായത് കസൂരി മെതി 1 ടേബിൾ സ്പൂൺ കസൂരി മെതിയും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇട്ടത്, മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതിട്ട്, പിന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഉപ്പ് ഓരോരുത്തരുടെ ഇതനുസരിച്ചിടണം കേട്ടോ. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ വേകണം. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നൊരു 10-15 മിനിറ്റ് വേകാൻ വേണ്ടിയാണ് ഈ വെള്ളം ഒഴിക്കുന്നത്. 2 മിനിറ്റ് വെള്ളം നമുക്ക് ആവശ്യമില്ല, ശരിക്കും അരപ്പാണ് വേണ്ടത്. ഇങ്ങനെ ശരിക്കാണ്ട് ആ വെള്ളമൊക്കെ വെറ്റി ചെയ്യണം. ഇനി അത് ഒരു കപ്പ് വെള്ളം നമ്മളതിലേക്ക് ഒഴിക്കുക. കാര്യം ഈ വെള്ളം ഒഴിക്കണമെന്ന് വെച്ചാൽ ചിക്കൻ വേകാൻ വേണ്ടിയാണ്. 2 കപ്പ് വെള്ളം അങ്ങോട്ട് അതിലൊഴിച്ച് അതിൽ കിടന്ന് ചിക്കൻ വേകട്ടെ. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം നമുക്ക് ചിക്കൻ. അപ്പോൾ വെള്ളം ചെറുതായിട്ട് പറ്റിക്കുകയും വേണം, പറ്റിച്ച് എടുക്കണം. കാര്യം ചാറധികം വേണ്ട. മൂടി വെച്ച് അത് വേവിക്കണം. വേവിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് വെന്തതിന് ശേഷം നമ്മൾ മൂടി തുറന്ന് നമ്മൾ മാറ്റി വെച്ച കടായി മസാല ചേർക്കണം. മനസ്സിലായി? ആദ്യം നമ്മൾ മിക്സിയിലിട്ട് ഒരു മസാല കൂട്ട് ഉണ്ടാക്കിയില്ലേ, അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ക്യാപ്സിക്കം ചേർക്കണം, ചെറുതായിട്ട് അരിഞ്ഞത്. അതുപോലെ തന്നെ ഒരു ഉള്ളി, ഒരു സവാള അതിൽ കൂടി ചേർത്ത് കൊടുക്കണം. കടായി മസാല ചേർത്തതിന് ശേഷമാണ് ഇത് ചേർക്കേണ്ടത്. എന്നിട്ടൊന്ന് എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണിക്കുള്ള കടായി മസാല റെഡിയായി. ഇനി നമ്മളിതിലേക്ക് ദമ്മ് ചെയ്യാൻ പോകണാണ്. ഇനി ഇതൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി കൂട്ടി വേവിച്ചതിന് ശേഷം ദമ്മ് വെക്കാവുന്നതാണ്. ദമ്മ് വെക്കുന്നതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് നിൽക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ മല്ലിയില ചേർക്കണം. മല്ലിയില ഇട്ട് ഒന്ന് അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് വേവിക്കുക. എന്നിട്ടതിന് ശേഷമാണ് ദമ്മ് വെക്കാൻ പോകുന്നത്. ദമ്മ് വെക്കാനായിട്ട് നമ്മൾ ഒരു ലെയർ ചോറ് ആദ്യം ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. ഈ മസാലയിലേക്ക് ഫസ്റ്റ് ലെയർ പകുതി ചോറ് എടുക്കാൻ പാടുള്ളൂ. അത് അതിൻ്റെ മുകളിലിട്ടതിന് ശേഷം
പൊരിച്ച ഉള്ളി നമ്മൾ മാറ്റി വെച്ച ഉള്ളി, ഈ സവാള പൊരിച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. രണ്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ആഡ് ചെയ്യണം, എന്നാലേ ചോറ് വിട്ട് കിട്ടുള്ളൂ. നമുക്ക് നല്ലൊരു സോഫ്റ്റായി വരും നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമത്തെ ലെയർ ഇതുപോലെ അതിൻ്റെ മുകളിൽ ചോറ് ബാക്കിയുള്ള ചോറും കൂടി ഇട്ടിട്ട് ബാക്കിയുള്ള സവാള പൊരിച്ചതും ബാക്കിയുള്ള മാറ്റി വെച്ച കിസ്മിസ്, മുന്തിരി, മറ്റേ കശുവണ്ടി, പിന്നെ അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ നീരിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. സവാള പൊരിച്ചതും കശുവണ്ടി, കിസ്മിസ് ഇതെല്ലാം ചേർത്തതിന് ശേഷം ലാസ്റ്റ് മല്ലിയിലയും കൂടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ദമ്മ് റണ്ണുള്ള ഇത് റെഡിയായി, ചോറ് റെഡിയായി. ഇനി നമ്മൾ മൂടി വെച്ച് ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ട് ഈ കടായി മൂടി വെക്കണം. അലൂമിനിയം ഫോയിലാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ദമ്മിൽ ഒട്ടും ഇത് പോകരുത്, ആവി പോകാത്ത രീതിയിൽ അലൂമിനിയം ഫോയിൽ പൊതിയണം. നെയ്യും കൂടി ലാസ്റ്റ് ഇടണം. 1.5 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. അത് ഏറ്റവും മുകളിൽ അതുകൊണ്ട് അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇതിൽ കാണുന്ന പോലെ, വീഡിയോയിൽ കാണുന്ന പോലെ അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുത്ത് അടച്ച് പാത്രം വെച്ച് കൊടുക്കണം. ഒരു താല ഇട്ട് മൂടണം. അലൂമിനിയം ഫോയിൽ ചുറ്റും പൊതിഞ്ഞ് താഴത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് മുകളിൽ താല വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ചൊരു വെയിറ്റ് കിട്ടാനായിട്ട് എന്തെങ്കിലും, ഞാനിവിടെ ഒരു ഇതാണ് വെച്ചേക്കണം, മറ്റേ സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടിക്കണ ഒരു ചെറിയൊരു അമ്മിയാണ് വെച്ചിരിക്കുന്നത്. ഇച്ചിരി വെയിറ്റ് കിട്ടാൻ എന്ത് വെച്ചാലും മതി. 20 മിനിറ്റ് വേവിക്കണം. 20 മിനിറ്റിന് ശേഷം ദമ്മ് ഓപ്പൺ ചെയ്യുക. മൂടി തുറന്ന് ചോറ് റെഡിയായി. ഇപ്പം നമ്മളുടെ കടായി ചിക്കൻ ബിരിയാണി റെഡിയായി. നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല സ്മെല്ല്. മല്ലിയിലയുടെയും മറ്റേ സവാളയുടെയും ചിക്കൻ്റെയൊക്കെ നല്ല ആവി പറക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെയധികം ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. ഈ ബിരിയാണി നിങ്ങൾ ട്രൈ ചെയ്യണം. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തണമെന്നും കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ കമൻ്റ് അടിക്കണം, ലൈക്കും ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ TV. അടുത്ത ഐറ്റമായിട്ട് ഞാൻ വരുന്നവരെ കാത്തിരിക്കുക. താങ്ക്സ് ഇൻ ദ നെയിം ഓഫ് ടേസ്റ്റ് ഓഫ് കൊച്ചി. താങ്ക് യു.